യോഗാവസ്ഥയെക്കുറിച്ച് ഭഗവാൻ അർജുനനോട് തുടർന്നു. അഭ്യാസത്തേക്കാൾ ഉത്തമമാണ് ജ്ഞാനം. ജ്ഞാനത്തേക്കാൾ വിശിഷ്ടമാണ് ധ്യാനം. ധ്യാനത്തേക്കാൾ മഹത്താണ് കർമ്മഫലത്യാഗം. ത്യാഗത്തിൽ നിന്നേ ശാന്തി ഉണ്ടാകും. ഒരു ജീവിയോടും വിദ്വേഷം അരുത്. എല്ലാവരോടും മൈത്രിയും കരുണയും നിർമ്മമതയും ഉണ്ടായിരിക്കണം. അഹങ്കാരം പാടില്ല. സുഖദുഃഖങ്ങളിൽ സമചിത്തത വേണം. ക്ഷമയും സന്തുഷ്ടിയും അർപ്പണവും മനസ്ഥിതിയും ഒരിക്കലും കൈവെടിയരുത്. അങ്ങനെ ജീവിക്കുന്നയാളാണ് എനിക്ക് പ്രിയൻ. സ്വന്തം പ്രവൃത്തി കൊണ്ട് ആരെയും ക്ഷോഭിപ്പിക്കാതെയും ലോകത്തിൻ്റെ പ്രവൃത്തിയാൽ സ്വയം ക്ഷോഭിക്കാതെയും സന്തോഷം, കോപം, ഭയം എന്നിവയാൽ സ്പർശിക്കപ്പെടാതെയും ജീവിക്കുന്നയാൾ എനിക്ക് പ്രിയനാണ്. ഒന്നിലും സന്തോഷിക്കാതെ, ഒന്നിലും ദുഃഖിക്കാതെ, ആരെയും ദ്വേഷിക്കാതെ, ഒന്നും കാക്ഷിക്കാതെ, ശുഭാശുഭങ്ങൾക്ക് അതീതനായി എല്ലാ യത്നങ്ങളും പരിത്യജിച്ച് വർത്തിക്കുന്ന ഭക്തൻ എനിക്ക് പ്രിയങ്കരനാണ്. ശത്രുവിലും മിത്രത്തിലും മാനാപമാനങ്ങളിലും ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും സമചിത്തത പാലിക്കുന്നയാൾ എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെ. എല്ലാ ബന്ധങ്ങളും വർജിച്ച് നിന്ദയിലും സ്തുതിയിലും മൗനം അവലംബിച്ച് സ്ഥിരവാസം വെടിഞ്ഞ് സന്തുഷ്ടനായി ജീവിക്കുന്ന ഭക്തൻ എനിക്ക് പ്രിയനാണ്. ഇത് കേൾക്കെ അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിച്ചു, അല്ലയോ കൃഷ്ണ, പ്രകൃതി പുരുഷന്മാരും ക്ഷേത്രജ്ഞന്മാരും ജ്ഞാനാജ്ഞേയങ്ങളും എന്താണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ശ്രീ ഭഗവാൻ തുടർന്നു, ശരീരമാണ് ക്ഷേത്രം. ശരീരത്തെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. എല്ലാ ശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും അറിയുന്നതാണ് യഥാർത്ഥമായ അറിവ്. പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, ബുദ്ധി, മൂലപ്രകൃതി, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 വിഷയങ്ങൾ, ഇവ ചേർന്നുണ്ടായതാണ് ശരീരം. ഇതിന് 7 വികാരങ്ങളുണ്ട്. ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, സംഘാതം, ജീവൻ, ഓജസ് എന്നിവയാണവ.